ഹായ് മക്കളെ, ഇന്ന് നമ്മൾ കോണി സെഷനാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. പ്ലസ് വണ്ണിൽ എക്സാമിന് 4 മാർക്ക് ഷുവറാണ്. 4 മാർക്ക് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണമെങ്കിൽ ഇത് നിങ്ങളുടെ കയ്യിൽ വേണം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ബോർഡിൽ കാണാം. ഇവിടെ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഹൈപ്പർബോളയും എലിപ്സും. ഈ 2 ഫിഗറിൽ നിന്നാണ് അല്ലെങ്കിൽ 2 ഷേപ്പിൽ നിന്നാണ് നമുക്ക് ഏറ്റവും 4 മാർക്കിൻ്റെ ചോദ്യം ചോദിക്കാറുള്ളത്. അതിൽ ഈ ബോർഡിൽ നിങ്ങൾക്ക് കാണാം ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്താ നിങ്ങൾക്ക് ഇവിടെ കാണാം. x² - a² - b² = 1 അതുപോലെ തന്നെ അടുത്തൊരു ഇക്വേഷൻ കാണാം y² - a² - x² - b² = 1. ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ ഇത് എലിപ്സിൻ്റെ ആണോ ഹൈപ്പർബോളയുടെ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി, മൈനസ് വന്നു കഴിഞ്ഞാൽ അത് ഹൈപ്പർബോളയാകുന്നു, പ്ലസ് വന്നു കഴിഞ്ഞാൽ അത് എലിപ്സ് ആകുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, മൈനസ് വന്നു കഴിഞ്ഞാൽ ഇക്വേഷനിൽ മൈനസ് ആണെങ്കിൽ ഹൈപ്പർബോള, പ്ലസ് ആണെങ്കിൽ എലിപ്സ്. രണ്ടാമത്തെ കണ്ടീഷൻ, രണ്ടാമത്തെ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എലോങ് എക്സ് ആക്സിലൊരു ഹൈപ്പർബോളയുണ്ട്, എലോങ് വൈ ആക്സിലുള്ള ഹൈപ്പർബോളയുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കാന്നുള്ളത് ഹൈപ്പർബോളയുടെ കേസിൽ നോക്കിക്കോ. എക്സിൽ തുടങ്ങിയാൽ എലോങ് എക്സ് ആക്സിസ്, വൈയിൽ തുടങ്ങിയാലോ എലോങ് വൈ ആക്സിസ്. ഓർമ്മിച്ച് വെക്കുക, മൈനസ് ആണെങ്കിൽ ഹൈപ്പർബോള, എക്സിലാണ് ഇക്വേഷൻ തുടങ്ങുന്നതെങ്കിൽ എലോങ് എക്സ് ആക്സിസും, വൈയിലാണ് ഇക്വേഷൻ തുടങ്ങുന്നതെങ്കിൽ എലോങ് വൈ ആക്സിസും. അതിൽ ചെറിയ 2 കാര്യങ്ങൾക്കേ മാറ്റുള്ളൂ. ഒന്നാമത്തത് ഫോക്കൈ. ഇവിടെ 2 ഫോക്കസ് ഉണ്ട്, അതുകൊണ്ട് ഫോക്കൈ എന്ന് വിളിക്കുന്നു. ഫോക്കൈയുടെ കോർഡിനേറ്റും അതുപോലെ തന്നെ വേർട്ടിസസിൻ്റെ കോർഡിനേറ്റും. ഇതിലെ ഫോക്കൈൻ്റെ കോർഡിനേറ്റ് ± c,0. കാരണം എലോങ് എക്സ് ആക്സ് ആണ്. എക്സ് ആക്സിലെ പോയിന്റ് എന്തായിരിക്കും? y0 ആയിരിക്കൂലേ. അപ്പോൾ ഫോക്കൈയുടെ കോർഡിനേറ്റ് ± c,0. വെർട്ടിസസിൻ്റെ പോയിന്റും അതുപോലെ തന്നെ എക്സ് ആക്സിലായിരിക്കും. ആ പോയിന്റ് ± a,0. എക്സിൽ തുടങ്ങുകയാണെങ്കിൽ വേർട്ടിസസും ഫോക്കയും എക്സ് ആക്സിസുള്ളത് ± a,0യും ± c,0യും. സി വരികയാണെങ്കിൽ ഫോക്കൈ FOCCI ഫോക്കൈ ± c,0. സി സ്റ്റാൻഡ്സ് ഫോർ ഫോക്കൈ, എ സ്റ്റാൻഡ്സ് ഫോർ വേർട്ടിസസ്. ഇതേ സാധനം വൈ ആക്സിൽ വരികയാണെങ്കിലോ, വൈയിൽ തുടങ്ങുകയാണെങ്കിൽ വൈ ആക്സിസ്, വൈ ആക്സിലെ ഫോക്കൈയുടെ കോർഡിനേറ്റ് 0, ± c, വേർട്ടിസസിൻ്റെ കോർഡിനേറ്റ് 0, ± a. ബാക്കി നമുക്കൊരു 8 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് സി കാണാനുള്ള ഇക്വേഷൻ. c² = ഇതിൻ്റെ കേസിൽ a² + b² ആകുന്നു. അത് പ്ലസ് ആണോ മൈനസ് ആണോ മനസ്സിലാക്കാൻ അതിനുണ്ട് ഷോർട്ട് കട്ട്. ഇക്വേഷനിൽ മൈനസ് അല്ലേ, സി കാണാനുള്ളത് പ്ലസ്. ഇനി ഇക്വേഷൻ പ്ലസ് വരുന്നത് എലിപ്സ്. എലിപ്സിൻ്റെ കേസിൽ സി കാണാനുള്ളത് a² - b². വളരെ വളരെ എളുപ്പം. വേണമെങ്കിൽ ഞാൻ എലിപ്സിൻ്റെ കേസിൽ കാണിച്ചു തരാം. നോക്കിക്കോ, ഇതാ ഇവിടെ എലിപ്സ് കാണാം. കണ്ടോ? എലിപ്സ് കണ്ടോ? ഈ എലിപ്സിൻ്റെ ഇതിൽ നിങ്ങൾ നോക്കിയേ, ഇക്വേഷൻ മക്കളൊന്ന് വെറുതെ നോക്കിയേ, 2 ഇക്വേഷൻ നോക്കിയേ. ഞാൻ പറഞ്ഞ കണ്ടീഷൻ, ഹൈപ്പർബോളയുടെ കണ്ടീഷനിൽ ഏതിലാണോ തുടങ്ങുന്നത് എലോങ് ഐ ആക്സിസ്. പക്ഷേ എലിപ്സിൻ്റെ കണ്ടീഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്. അത് എങ്ങനെയാണെന്ന് ഇപ്പം തന്നെ നോക്കി വെച്ചോ. 2ഉം തുടങ്ങുന്നത് എക്സിലാണ്. അപ്പം നമുക്ക് ഹൈപ്പർബോളയെ പറഞ്ഞ കാര്യം ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ വേറൊരു സാധനം അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സിൻ്റെ അടിയിൽ ഇവിടെ a², വൈൻ്റെ അടിയിൽ അവിടെ a². അപ്പോൾ എലിപ്സിൻ്റെ കേസിൽ എപ്പോഴും a > b ആയിരിക്കും. താഴത്തെ നമ്പർ ഏതാണോ വലുത് അതിൻ്റെ മേലെ ഉള്ളതാണ് എലോങ് ആക്സിസ്. ഇപ്പോൾ എക്സിൻ്റെ അടിയിലാണ് വലിയ നമ്പർ ഉള്ളതെങ്കിൽ എലോങ് എക്സ് ആക്സിസ്, വൈൻ്റെ അടിയിലാണ് വലിയ നമ്പർ ഉള്ളതെങ്കിൽ എലോങ് വൈ ആക്സിസ്. എലിപ്സിൻ്റെ കേസിൽ അടിയിൽ ഇപ്പോൾ എക്സാമ്പിളാ x² / 25 + y² / 16 = 1 എന്ന് ചോദിച്ചു. ഇവിടെ ഏതിൻ്റെ അടിയിലാണ് മക്കളെ വലിയ നമ്പർ ഉള്ളത്? എക്സിൻ്റെ അടിയിൽ. അപ്പോൾ ആ എലിപ്സ് എന്ന് പറഞ്ഞാൽ എലോങ് എക്സ് ആക്സിസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കേണ്ട എ എന്ന് പറഞ്ഞത് എപ്പോഴും ഈ വലിയ വാല്യൂ എടുക്കണം. ഇതെന്ന് വെച്ചാൽ a² ആകുന്നു. a² വാല്യൂ 25, അപ്പോൾ എന്റെ വാല്യൂ 5. b² 16 ആയിരിക്കും, അപ്പോൾ ബിന്റെ വാല്യൂ 4. ഇനി രണ്ടാമത് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കണ്ടോ, 2ന്റെ കേസിലും പ്ലസ് അവിടെ ഉള്ളത്. പ്ലസ് വന്നാൽ എലിപ്സ്, മൈനസ് വന്നാൽ ഹൈപ്പർബോള. ഇനി ഇവിടെ ഇത് പ്ലസ് ആയതുകൊണ്ട് സി കാണാനുള്ള ഇക്വേഷൻ c² = a² - b². ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഇവിടെയും ബാധകമാണ്. ഇവിടെ പ്ലസ് ആണെങ്കിൽ സി കാണാനുള്ളത് മൈനസ്. ബാക്കി നമ്മൾ 8 കാര്യങ്ങൾ, അതിൽ 8-ൽ-1 ഇത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് ഷുവറാണ് മക്കളെ. ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്, 4 നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഈ ഒരു ഐഡിയ വെച്ചാൽ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത് ഏത് എലിപ്സ് ആണോ ഹൈപ്പർബോളയാണോ മനസ്സിലാക്കാൻ പറ്റും, എലോങ് എക്സ് ആക്സിലാണോ വൈ ആക്സിലാണോ മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കിയാലേ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റും. ഓക്കെ.